ഹലോ, നമുക്ക് ഡി എമ്മും ഡി എഫും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർ തമ്മിൽ വളരെ കുറച്ച് ഡിഫറൻസേ വരുന്നുള്ളൂ, സിമിലാരിറ്റീസാണ് കൂടുതലുള്ളത്. അപ്പോൾ നോക്കാം. ഒന്നാമത്തത്, ഒരാൾ സ്ത്രീ എനർജിയും മറ്റേത് പുരുഷ എനർജിയുമാണ്. പക്ഷേ അവരുടെ ശരീരങ്ങൾ ഡി എം പുരുഷനും ഡി എഫ് സ്ത്രീയുമാകാം, ഡി എം സ്ത്രീയും ഡി എഫ് പുരുഷനുമാകാം, ഡി എമ്മും ഡി എഫും പുരുഷനാകാം, ഡി എമ്മും ഡി എഫും സ്ത്രീയുമാകാം. ഓക്കെ, അപ്പം ഇങ്ങനൊരു വ്യത്യാസമുണ്ട്. അടുത്തത്, ഒരാൾ ബോൾഡ്നെസ് കൂടിയ ആളും മറ്റേത് ബോൾഡ്നെസ് കുറഞ്ഞ ആളുമാണ്. അങ്ങനെ വന്നാലേ ബോൾഡ്നെസ് കൂടിയ ആൾക്ക് ബോൾഡ്നെസ് തീരെ ഇല്ലാത്ത ആളെ കൈപ്പിടിച്ചുയർത്തി ബോൾഡാക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അടുത്ത ഡിഫറൻസ്, ഈ ജേർണിയിൽ ഡി എം എപ്പോഴും ഒരു റണ്ണറായിരിക്കും, പക്ഷേ ഡി എഫ് ഒരു ചേസറും ആയിരിക്കും. അതായത് ഡി എമ്മിനെ ഫോളോ ചെയ്യുന്ന ആൾ. ഇത് ഒരു സ്റ്റേജ് വരെയേ കാണത്തുള്ളൂ. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചേസറാവുന്നത് ഡി എം ആണ്. പക്ഷെ ഡി എഫ് റണ്ണർ ആവുന്നില്ല. ഡി എഫ് അവിടെ അനങ്ങാതെ ഇങ്ങനെ നോർമലായിട്ട് നിൽക്കുകയേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത ഡിഫറൻസ്, ഈ ഒരു ജേർണിയിൽ ഡി എഫ് ആയിരിക്കും ആദ്യം അവേക്കൻഡ് ആകുന്നത്, അതിന് ശേഷമാണ് ഡി എം അവേക്കൻഡ് ആകുന്നത്. അടുത്തത്, ഡി എം എപ്പോഴും ലോജിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും പ്രവർത്തിക്കുന്ന ആളാണ്, ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഡി എഫ് അങ്ങനെയല്ല. ഡി എഫ് അവരുടെ ഇൻറ്റ്യൂഷൻ, ആത്മഗതം, ആത്മാവിൻ്റെ അഭിപ്രായം, ഇതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്. ഓക്കെ, അടുത്തത്, ഡി എഫ് ഭയങ്കര എക്സ്പ്രസീവാണ്. അതിപ്പോൾ സ്നേഹമായാലും കെയറിങ് ആയാലും ഒക്കെ. പക്ഷേ ഡി എം ഒട്ടും എക്സ്പ്രസീവ് അല്ല. ഡി എഫ് എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹമൊക്കെ കണ്ണടച്ച് ഫീൽ ചെയ്യാൻ ആൾക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അടുത്ത് റൊമാൻസ് പ്രതീക്ഷിച്ച് നീ വരിക വേണ്ട എന്നെപ്പോഴും പറയുന്ന ഒരാളായിരിക്കും അദ്ദേഹം. ഓക്കെ, ഒരാൾ ഭയങ്കര ടാലൻറ്റഡ് ആണെങ്കിലും മറ്റേയാൾ ആ ടാലൻറ്റിനെ ആത്മാർത്ഥതയോടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, അടുത്തത്, പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മറ്റൊരു കാര്യമാണ്, ഒരാൾക്ക് ഭയങ്കര ഓർമ്മശക്തിയും മറ്റേയാൾക്ക് ഓർമ്മക്കുറവുമായിരിക്കും. അയാൾ മറന്നുപോയ കാര്യങ്ങൾ മറ്റേയാൾ ഓർമ്മിപ്പിച്ചു കൊടുക്കും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഡിയേഴ്സ്? ഇനി അവസാനമായിട്ട്, ഇവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലും വ്യത്യാസം വരാം, എന്നാലും ഒരുപോലെ വരുന്നതും ഉണ്ട്. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഫേസിൻ്റെ എക്സ്പ്രഷൻസ്, മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഘടന, സ്കിന്നിൻ്റെ കളറ്, ജീവിത നിലവാരം, അവരുടെ സ്റ്റാറ്റസ്, ബ്ലഡ് ഗ്രൂപ്പ്, റിലീജിയൻ, കാസ്റ്റ്, ജോബ്, എക്സെട്ര. ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും ഫിസിക്കലായിട്ടുള്ള പുറമേയുള്ള കാര്യങ്ങൾ കൂടുതൽ കേസിലും വ്യത്യാസമായി വരാം. കുറഞ്ഞ കേസിൽ, അതായത് മൈനോറിറ്റി കേസിൽ ഒരുപോലെയും വരാം. ഓക്കെ, താങ്ക് യു.